ആദ്യം ശ്രീ യുവരാജ് ഗോകുലിലേക്കാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നിറയ്ക്കുന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ എല്ലാ സർവേ ഫലങ്ങളും പ്രവചിക്കുന്നത് അവിടെ മഹായുതി അധികാരത്തിൽ വരും. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൽപ്പം മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി അത് തിരിച്ചുപിടിക്കുകയാണ് എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജെ.എം.എമ്മിനെ തൂത്തെറിഞ്ഞുകൊണ്ട് ബി.ജെ.പി അധികാരത്തിൽ വരും ജാർഖണ്ഡിൽ എന്നുള്ള പ്രവചനവും വരുന്നു. പക്ഷേ അപ്പോഴും ചില സർവേ ഫലങ്ങൾ ജെ.എം.എമ്മിന് അനുകൂലമായ ഫലങ്ങളും പുറത്തുവിടുന്നുണ്ട്. നമുക്ക് സമഗ്രമായി നോക്കിയാൽ ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസം തരുന്ന സർവേ ഫലങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഫലങ്ങളിലേക്ക് ഞാൻ അതിനെ ചുരുക്കി കാണുന്നില്ല. കാരണം ഒന്ന്, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളെല്ലാവരും കണ്ടത് തന്നെയാണ്. അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ NDAയുടെ മഹാവിജയമാണ് പ്രവചിച്ചതെങ്കിലും നമുക്ക് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ തന്നെ NDA സർക്കാർ തന്നെ അധികാരത്തിൽ വന്നുവെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളെ അതുപോലെ സാധൂകരിക്കുന്ന തലത്തിലുള്ള റിസൾട്ടുകളല്ല 2024 ഉണ്ടായത്. അതുപോലെ തന്നെ ഹരിയാനയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ ചാരി നിന്നുകൊണ്ടല്ല നമുക്കതിനെ കാണുക എന്നാണ് BJPയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP വ്യക്തമായിട്ടുള്ള ഹാർഡ് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്, ഹോംവർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് മഹാരാഷ്ട്രയിൽ പാളിച്ച വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം BJP നോക്കിയിട്ടുണ്ട്. അത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ഹരിയാനയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യം 2 മാസങ്ങൾക്ക് മുമ്പ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയത്ത് BJP ചെയ്തിരിക്കുന്ന കറക്ഷൻ പ്രോസസ്സിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് മഹാരാഷ്ട്രയിലും കാണാൻ പോകുന്നത്. മഹാരാഷ്ട്രയിലും BJP തീർച്ചയായിട്ടും ഒരു കറക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇത്തരത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുന്നത്. ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ ജാർഖണ്ഡിൽ പ്രാദേശികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്താൽ പാൻഖാർ മേഖലയുണ്ട്. ആ മേഖല കഴിഞ്ഞ തവണ 18 സീറ്റുകളാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആ മേഖലയിൽ നിന്ന് മാത്രം BJPക്ക് 4 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അവിടെ അതല്ല സംഭവിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവിടെ ഇത്തവണ വളരെ കാര്യമായിട്ട് നമുക്ക് BJPയുടെ വീക്ക് മേഖലയായ സന്താൽ പാൻഖാർ മേഖലയിൽ പോലും മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്കും പിന്നെ അവിടുന്ന് തിരിച്ച് ജാർഖണ്ഡിലേക്കും കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ ഇൻഫിൽട്രേഷൻ പ്രാദേശികമായിട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് JMM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഇവരുടെ മുന്നണി സംവിധാനം ആകട്ടെ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ ഇൻഫിൽട്രേഷന് കുടപിടിച്ച് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് സർക്കാർ തന്നെ അതിന് കുടപിടിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇതിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്കയെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് BJPക്ക് NDAക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും ജാർഖണ്ഡിലും BJP വീക്കായി നിൽക്കുന്ന മേഖലകളിൽ ഉൾപ്പെടെ വലിയ മേൽക്കൈ തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ BJPയുടെ സ്ട്രോങ് ഹോൾഡുകളിൽ BJP വളരെ കാര്യമായി മുമ്പോട്ട് പോവുകയും ചെയ്യും.